ഹായ്, ഞാൻ റഫീഖ് വടകര, അബുദാബിയിൽ സംസാരിക്കുന്നു. എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മളുടെ കുട്ടികളെ, എസ്പെഷ്യലി പെൺകുട്ടികളെ, ക്യാഷ് കൊടുത്ത്, അതായത് പൈസ കൊടുത്ത് സിനിമയിൽ അഭിനയിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഈ പൈസ ഉണ്ടെങ്കിൽ നമ്മൾക്ക് അവരുടെ തുടർ വിദ്യാഭ്യാസം നല്ല നല്ല ക്വാളിഫിക്കേഷൻ ആക്കിയെടുക്കാം. പിന്നെ വിവാഹ സമയത്ത് അതിനുപകരിക്കും അല്ലേ? ഈ വലിയ വലിയ ഡയറക്ടേഴ്സും നമ്മുടെ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഡയറക്ടേഴ്സ് ഉണ്ടല്ലോ, അവരൊന്നും ഇങ്ങനത്തെ പൈസ മേടിക്കില്ല. കഴിവുള്ളവർക്ക് അവർ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ചാൻസ് കൊടുക്കും. കാരണം ഒരു 5-8 മാസം മുമ്പിട്ട് ദുബായിൽ ഞാൻ എൻ്റെ കസിനടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കസിൻ എന്നോട് പറയും, ഇവിടെ ഇങ്ങനെ ഒരു സിനിമയുടെ ഒരു ഡിസ്കഷൻ നടക്കുന്നത്, നമുക്കൊന്ന് പോയി നോക്കാം. പോയി നോക്കിയപ്പം അതിൻ്റെ അകത്ത് ഒരു പുള്ളിക്കാരൻ്റെ ഇടയ്ക്കലും ടിക്ടോക്കിനകത്ത് അഭിനയത്തിൻ്റെ ABCD അറിയാത്ത ഒരു മെലിഞ്ഞിട്ട് ഒരാൾ ഒരു പാട്ട് വെച്ചിട്ട് ഇങ്ങനെ ടിക്ടോക്കിൽ ഇങ്ങനെ നടക്കും. എപ്പോഴും തണ്ണിയാന്നേ തോന്നുന്നത്, കാരണം ഫേസൊക്കെ കാണുമ്പോൾ ആ ഒരു കുളത്തിലാണ് ഉള്ളത്. അപ്പം അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ നാട്ടിൽ നിന്ന് ഒരാൾ കണ്ടാൽ നല്ല ഡീസൻറ്റും കാണാൻ നല്ല കുറച്ച് വൃത്തിയൊക്കെ ഉണ്ട്, നല്ല ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് കുറേ സംസാരിച്ചു. അപ്പം പറഞ്ഞു, ഇത് ഒരു പടമാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഇതിൽ ഭരതിൻ്റെ ഒരു തമിഴ്നാടൻ ഭരതില്ലേ, അദ്ദേഹത്തിൻ്റെ ഇതാണുള്ള ഫോട്ടോ. അദ്ദേഹം ആയിരുന്നു വേണ്ടത്. അദ്ദേഹത്തിന് വേറൊരു കർണാടക മൂവിയിലെങ്ങാണ്ട് ചാൻസ് കിട്ടിയപ്പം അവർ പോയി അഡ്വാൻസ് തിരിച്ചു തന്നു. അപ്പം തന്നെ അത് കള്ളമാണെന്നറിയാം, കാരണം ഒരു നല്ലൊരു ആർട്ടിസ്റ്റും അങ്ങനെ ചെയ്യില്ല. ഓക്കെ. പിന്നെ എന്നോട് പറഞ്ഞു, ഇത് ഹമീദ് എന്ന് പറയുന്ന ഒരു തമിഴ്നാട്ടിലെ വെരി ഫെമിലിയർ ഒരു മലയാളി ഡയറക്ടേഴ്സിൻ്റെ 3-4 പടം സൂപ്പർ ഹിറ്റ് ആക്കിയാണ് അദ്ദേഹം ആദ്യമായിട്ട് മലയാളം ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയാം, നമ്മൾ ഒന്നും പൈസ ഒന്നും പിടിക്കുന്നില്ല, പക്ഷെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. എന്തെങ്കിലും ഒന്ന് ചെയ്യണം. പിന്നെ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് കൂടുതലാളെ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ഞാൻ പറയും, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, തുറന്ന് പറയൂ. അപ്പോൾ അവർ പറഞ്ഞ്, നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? ചില ആൾക്കാർ വരുന്ന ആർട്ടിസ്റ്റുമാരുടെയും ക്യാമറമാൻമാരുടെയും 1-2 ദിവസത്തെ ഫുഡ് കൊടുക്കുക, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ. അതൊരു തരത്തിൽ പറഞ്ഞാൽ വേറെ തരത്തിൽ പൈസ മേടിക്കലാണത്. കുറേ പേരെ അവിടുന്ന് അഭിനയിപ്പിക്കുന്നു, പഴയ എക്സ്പീരിയൻസ് ചോദിക്കുന്നു, പലതും ചോദിക്കുന്നു. ഇപ്പോൾ ലാസ്റ്റ് പറയാം, നമ്മൾ ഈ മദ്യപിക്കാനും സ്മോക്ക് ചെയ്യാനൊക്കെ പൈസ മാറ്റി വെക്കുന്നില്ലേ, എന്നതുപോലെ സിനിമയിൽ അഭിനയിക്കാൻ പൈസ മാറ്റി വെക്കണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്, മദ്യം കഴിക്കലൊരു അവിഭാജ്യ ഘടകമായിട്ടാണ് അദ്ദേഹം കാണുന്നത്. നല്ല സംസാരക്കാരാണ്, കാണാൻ വൃത്തിയൊക്കെ ഉണ്ട്. പണ്ടം കണ്ട് എവിടെയോ സിനിമയിലൊക്കെ പ്രവർത്തിച്ച ആളാന്ന് തോന്നുന്നു. സംസാരത്തിനും സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നതും കേട്ടപ്പോൾ ലാസ്റ്റ് പറയുക, ഈ പ്രവാസ ഭൂമികയിൽ വളരെ ചാൻസുകൾ കൂടുതലാണ് അഭിനയിക്കാൻ. എന്നോട് പറഞ്ഞു, വർഷങ്ങളോളം അബുദാബിയിലും ദുബായിലും ജബലയിൽ ഫ്രീദോണിലും ഷാർജയിലൊക്കെ ജോലി ചെയ്തേ എന്നോടാണ് പറയുന്നത്, പ്രവാസത്തിൽ ഭയങ്കര ചാൻസ് ഉണ്ട്. അദ്ദേഹം ഇന്നലെ വന്നാളാണ്. അങ്ങനെ ഇരിക്കെ എനിക്ക് പരിചയമുള്ള അബുദാബിയിലൊക്കെ വന്നിട്ട് നാടകങ്ങൾ അഭിനയിക്കുന്ന, അതായത് ഭരതമുള്ളി ഡ്രാമ ഫെസ്റ്റിവൽ നടക്കുമ്പോൾ നാടകങ്ങളിൽ അഭിനയിക്കുന്ന ഒരു ഫാമിലിയുടെ കയ്യിൽ നിന്നും ഞാൻ അറിഞ്ഞത് 25,000 വാങ്ങിച്ചതാണ്. അപ്പോൾ അവരെ കണ്ട ചോദിച്ചാൽ പറഞ്ഞ്, ഞാൻ അവർ ഇൻ്റർവ്യൂ ആയി സെലക്ട് ചെയ്ത് കിട്ടിയതാണ്, അവർ അഭിനയിക്കുന്നുണ്ട്, കുറച്ച് ഭാഗം ഷൂട്ട് ചെയ്തു, ബാക്കി ഭാഗം ഉടനെ ഷൂട്ടുണ്ട്, അവർ നാട്ടിൽ പോയിരിക്കുകയാണ്. ഞാൻ അറിഞ്ഞിരിക്കുന്നത്, ഞാനും ജോജിയും അടിച്ച് പിരിഞ്ഞെന്ന് പറഞ്ഞ പോലെ 2 ദിവസം ഷൂട്ടിങ് കഴിഞ്ഞ് 3-ാം ദിവസം പ്രൊഡ്യൂസർ മറ്റുള്ള അടിപൊളി കൂടിയിട്ട് അവിടുന്ന് പിരിഞ്ഞാണ് ഞാൻ കേട്ടത്. അങ്ങനെ ഒരു ഹമീദ് അവിടെ വന്നിട്ടില്ല, വേറെ ഒരാൾ കൂടി ഡയറക്റ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് പരിചയമുള്ള ദുബായിലൊരു പൊതുരംഗവും, ബേസിക്കലി പുള്ളി ട്രിവാൻഡ്രത്താണ്, വൈഫ് മലപ്പുറമാണ്. അദ്ദേഹത്തെ എല്ലാം ഇതിനെ കുറിച്ച് ആദ്യം സംസാരിച്ചില്ലായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് പറ്റിപ്പാന്ന് തോന്നിയപ്പം വഴക്ക് പറഞ്ഞ് അദ്ദേഹം അതിൽ നിന്ന് പിരിഞ്ഞു എന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം കൂടാതെ വേറെ ആൾ മുഖേന ഞാൻ അറിഞ്ഞത് കുറേ പൈസ പോയി എന്നാണ്. എന്തിനാ ഇങ്ങനെ പൈസ നശിപ്പിക്കേണ്ട കാര്യം? അത് അറിയാം, അങ്ങനെയുള്ള പടങ്ങളൊന്നും ഷൂട്ട് നടക്കാൻ പോകുന്നില്ല ഇവിടെ നിന്ന്. അതുകൊണ്ട് നമ്മൾ ചെയ്യാറുള്ളത്, അഭിനയ പാഷനും ക്രേസൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. കാരണം മുമ്പ് ലോഹിതദാസ് പറഞ്ഞ പോലെ വേൾഡിൽ 99% ആൾക്കാർക്കും അഭിനയ മോഹമുണ്ട്. അതാണ് പിന്നീട് ഒന്നും എത്താതായപ്പോൾ ഈ സിനിമയിൽ തന്നെ ക്യാമറയുടെ അസിസ്റ്റൻ്റായിട്ടും ലൈറ്റ് ബോയ് ആയിട്ടും ഫുഡ് സപ്ലൈ ചെയ്യുന്ന ആളായിട്ടും മാറിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഇങ്ങനെ പൈസയും കൂടി ഇല്ലാതെ പൈസ അല്ല ഉണ്ടെങ്കിൽ തന്നെ എന്തിനാ പൈസ കൊടുക്കുന്നത്? ആ പൈസ കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. പിള്ളേരുടെ വിദ്യാഭ്യാസം, എസ്പെഷ്യലി പെൺമക്കളാണ്, കല്യാണം കഴിക്കുമ്പോഴുള്ള പൈസയും കാര്യങ്ങൾ എന്തെല്ലാം തന്നെ. എൻ്റെ അവസാനം ഏതെങ്കിലും ചാൻസ് കിട്ടിയ 1-2 വേഷം അഭിനയിച്ചാൽ പിന്നീട് എനിക്ക് ഞാൻ സിനിമയിൽ അഭിനയിച്ചു, ചാൻസ് കിട്ടി എന്നൊക്കെ പറയും. മലയാളം അറിയാത്ത പോലെ സംസാരിക്കും.
ഇവിടെ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചാണ് എനിക്ക് മലയാളം അറിയില്ല എന്നുള്ള ഭാവത്തിൽ കാലം വെച്ച് സംസാരിക്കും. അതിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ വേറെന്താ. വെറുതെ തന്നെ നമ്മൾ ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ശ്രദ്ധിക്കുക, നമ്മളെ എന്ത് ചെയ്യണോ ശ്രദ്ധിച്ചാൽ നമുക്കല്ലതാണ്. ഓക്കെ, എന്താണ് ജനം വിഡ്ഢികളാണോ? പൊതുജനം കഴുതയാണോ? താങ്ക് യു.